വി ദിലീപ്കുമാർ, താങ്കൾക്ക് തുടരാൻ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി. SKN ഡൽഹിയിൽ നിർണായകമായ ചർച്ചകൾ നടക്കാനിരിക്കുകയാണ്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ, വിവിധ സേനാ മേധാവികളായ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, നാവികസേനാ മേധാവി ദിനേശ് ത്രിപാഠി, വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് എന്നിവരുമായി ചർച്ച നടത്തും. സ്ഥിതിഗതികൾ, ഏറ്റവും ഒടുവിലത്തെ സ്ഥിതിഗതികളും ചർച്ച ചെയ്ത് തുടർന്ന് സ്വീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഈ യോഗത്തിലായിരിക്കും ഉരുത്തിരിയുക. മറ്റൊന്ന്, അർദ്ധസൈനിക വിഭാഗത്തിൻ്റെ തലവന്മാരുമായുള്ള ചർച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നടത്തിയിട്ടുണ്ട്. BSFിൻ്റെയും CISFിൻ്റെയും മേധാവികളുമായാണ് ചർച്ച നടത്തിയത്. CISF മേധാവിയോട് രാജ്യത്ത് വിമാനത്താവളങ്ങളിൽ സ്വീകരിക്കേണ്ട സുരക്ഷാ നടപടികൾ സംബന്ധിച്ച ചർച്ചയാണ് പ്രധാനമായും നടത്തിയത്. വിമാനത്താവളങ്ങളുടെ സുരക്ഷാ ചുമതല CISFിനാണ് എന്നതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വിശദമായ ചർച്ച നടത്തിയത്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്നു മുതൽ വിമാനത്താവളങ്ങളിൽ കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വിമാനയാത്രക്കാരായ പ്രേക്ഷകർ അവർ കൂടുതൽ ഇന്ന് ഒരു മുൻകരുതൽ എടുക്കേണ്ടതുണ്ട്. അതായത് വിമാനത്താവളത്തിൽ നിർദ്ദിഷ്ട സമയത്തിനും 3 മണിക്കൂർ മുമ്പ് തന്നെ, വിമാനം പുറപ്പെടുന്നതിനും 3 മണിക്കൂർ മുമ്പ് ചെക്ക് ഇൻ ചെയ്യണമെന്നാണ് വിമാന കമ്പനികൾ അഭ്യർത്ഥിച്ചിട്ടുള്ളത്. നിലവിലുള്ള പരിശോധനയ്ക്ക് പുറമെ വിമാനത്തിലേക്ക് കയറുന്ന ബോർഡിംഗ് പോയിന്റിൽ മറ്റൊരു പരിശോധന കൂടി ഇന്നു മുതൽ ഉണ്ടാകും. 24 വിമാനത്താവളങ്ങളാണ് അടച്ചിട്ടുള്ളത്. അത് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ അതിർത്തിയോട് ചേർന്നുള്ള വിമാനത്താവളങ്ങളാണ് അടച്ചിട്ടുള്ളത്. ചില സൈനിക വിമാനത്താവളങ്ങളും ഉത്തർപ്രദേശിലെ ഹിൻഡൻ അടക്കമുള്ള ചില സൈനിക വിമാനത്താവളങ്ങൾ, അത് സൈനിക ആവശ്യത്തിനായി വിമാനം പോകുന്നതിന് വേണ്ടിയാണ് ആ വിമാനത്താവളങ്ങൾ അടച്ചിട്ടുള്ളത്. മറ്റു വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടില്ല. ഈ 24 വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം നിർത്തിവെച്ചതിനെ തുടർന്ന് ചില വിമാന സർവീസുകൾ ആ മേഖലയിലൂടെയുള്ളവ നിർത്തിവെച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് യാത്രക്കാർ പരിഭ്രാന്തരാകേണ്ടതില്ല, ആശങ്ക വേണ്ടതില്ല. സുഗമമായ അവരുടെ യാത്രയ്ക്കായി 3 മണിക്കൂർ മുമ്പ് വിമാനത്താവളങ്ങളിൽ എത്തണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, SKN ഏറ്റവും പുതിയൊരു വാർത്തയെന്ന് പറയാവുന്നത്, രാവിലെ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഡ്രോണാക്രമണം ഉണ്ടായി എന്നതാണ്. അത് രാജസ്ഥാനിലെ ജയ്സാൽമറിലും ജമ്മു കാശ്മീരിലുമൊക്കെ ഡ്രോണാക്രമണത്തിന് പാകിസ്ഥാൻ തുനിഞ്ഞു. പക്ഷേ ഈ ഡ്രോണാക്രമണത്തെ ഇന്ത്യ പരാജയപ്പെടുത്തുകയും ചെയ്തു. അതിർത്തിയിൽ നിന്നുള്ള പാക് പ്രകോപനം തുടരുന്നുണ്ട്. അവർ വെടിവെപ്പ്, ഷെല്ലാക്രമണം എന്നിവ നടത്തുന്നുണ്ട്. ഒരു സാധാരണക്കാരിയായ വീട്ടമ്മ കാറിലൂടെ ബാരാമുള്ളയിലേക്ക് പോകുമ്പോഴാണ് ഷെല്ല് വന്ന് വാഹനത്തിൽ പതിച്ചത്. ഇതേ തുടർന്ന് നർഗീസ് ബീഗം എന്ന സ്ത്രീ തൽക്ഷണം മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു സ്ത്രീയെ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ പാക് പ്രകോപനം തുടരുകയാണ്. ഇന്ത്യ ഏതു നിലയിൽ തിരിച്ചടിക്കും എന്നത് ഈ കാര്യത്തിൽ അല്പസമയത്തിനകം ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. സൈനിക വക്താക്കൾ കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ഇന്ന് രാവിലെ മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട്. ഇക്കാര്യങ്ങൾ അവർ തുടർന്ന് സ്വീകരിക്കേണ്ട നടപടികൾ, ഇതുവരെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ അവർ വിശദീകരിക്കും.